ഇപ്പോൾ ഈ സമരസമിതി ചെയർമാൻ മുസ്തഫ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി എത്തിയപ്പോൾ അവരോട് സംസാരിക്കുക കൂടി ചെയ്തിരുന്നു. എന്താണ് ഇപ്പോൾ ഡീബാർ ചെയ്തിരിക്കുകയാണ് KNRCയെ. എന്താണ് നിങ്ങളുടെ പ്രതികരണം? അതിൽ ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഇനി ഇങ്ങോട്ടുള്ള വർക്ക് മേൽപ്പാലല്ലാതെ മറ്റുള്ള ഒന്നിനും ഈ സമരസമിതി നാട്ടുകാരും സമ്മതിക്കില്ല. ഇതുപോലെ ഇനി ഒപ്പിച്ച് ചെയ്യാമെന്ന് അതിനെ സമ്മതിക്കില്ല. ഈ വയൽ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, ആ തുടക്കം മുതൽ ഇതിൻ്റെ അവസാനം വരെയുള്ള കക്കാട് വരെയുള്ളടത്ത് മേൽപ്പാലം നിർമ്മിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കാര്യം. അതിൻ്റെ കൂടെയാണ് ഈ സമരസമിതിയും ഈ നാട്ടുകാരും എല്ലാവരും ഉറച്ചു നിൽക്കുന്നത്. അതായത് മേൽപ്പാലമല്ലാതെ മറ്റൊരു പരിഹാര മാർഗം ഇതിനില്ല അല്ലേ? ഒരു അറ്റകുറ്റപ്പണി എന്നുള്ളത് ഒരു ഓപ്ഷനേ അല്ല. അല്ലല്ല, അറ്റകുറ്റപ്പണി ഒരു ഓപ്ഷനല്ല. ഇനിയും ഇതുപോലെ തന്നെ ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ കാലവർഷം തുടങ്ങിയിട്ടുള്ളൂ. ഈ കാലവർഷം വന്നാൽ ഈ രണ്ട് ഭാഗത്തു നിന്നും വെള്ളം നന്നായിട്ട് കയറിയിട്ട് ഇനിയും വളരെയധികം ദുരന്തം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് മേൽപ്പാലല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതുപോലെ തന്നെ പല പ്രാവശ്യം കലക്ടർക്കും ഇതിൻ്റെ അധികാരികൾക്കും ഇതിൻ്റെ എല്ലാം ഞങ്ങൾ തുറന്ന് കാണിച്ചു കൊടുത്തതാണ്. കാരണം വെച്ചാൽ ഈ സർവീസ് റോഡ് ഇതിൽ കഴിഞ്ഞ പ്രാവശ്യം മഴ ഉള്ള സമയത്ത് വെള്ളം കയറിയിട്ട് ഇവിടെ വണ്ടികളെല്ലാം ഇത് ബ്ലോക്കായിട്ട് ഇവിടെ വണ്ടികളൊന്നും പാസ് ചെയ്തിട്ടില്ല. മറ്റുള്ള ഭാഗത്തു കൂടിയാണ് വണ്ടികളെല്ലാം തിരിച്ചുവിട്ടിരുന്നത്.